എൻ്റെ സുഹൃത്ത് പറഞ്ഞ വളരെ ഹൃദയഭേദകരമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ്. മുത്തശ്ശിയും അപ്പനും അമ്മയും 2 കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബം. അപ്പനും അമ്മയും ഗവൺമെൻറ് ജോലിക്കാരാണ്. മൂത്ത കുട്ടി പെൺകുട്ടിയാണ്, 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇളയ കുട്ടി ആൺകുട്ടിയാണ്, അവൻ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. പെൺകുട്ടി പഠിക്കുന്നത് ഹോസ്റ്റലിൽ നിന്നാണ്. പഠിക്കാൻ അവൾ നല്ല മിടുക്കിയാണ്. ഒരു പ്രത്യേകതയുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻട്രൻസ് പാസ്സായി കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൽ 5th സ്റ്റാൻഡേർഡ് മുതൽ +2 വരെ ഒരു പൈസ പോലും മുടക്കാതെ വളരെ കുറച്ചുകൂടെ സാധാരണ വിദ്യാഭ്യാസത്തേക്കാൾ വ്യത്യസ്തമായ രീതിയിൽ ചിലവുകളൊന്നും ഇല്ലാതെ പഠിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത്. ഈ ആൺകുട്ടിയെ അവർ ഒരുപാട് കൊഞ്ചിച്ചാണ് വളർത്തിയിരുന്നത്. അതിൻ്റെ കാരണം അവർ പറഞ്ഞത് അവരുടെ 2 തലമുറയിലുള്ള പേരക്കുട്ടികളെല്ലാം പെൺകുട്ടികളായിരുന്നു. എല്ലാവരും ഒരുപാട് പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു ആൺകുട്ടിയാണിവൻ. അതുകൊണ്ട് തന്നെ അപ്പൻ്റെയും അമ്മയുടെയും നടുക്ക് കിടന്ന് മാത്രമാണ് അവൻ ഉറങ്ങാറ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പനും അമ്മയും അവനെ മാറ്റിക്കിടത്താറില്ല. ഇതൊക്കെ അറിഞ്ഞ പേരൻസിൻ്റെ കുറേ കൂട്ടുകാർ അവരോട് പറയും, ഇത് ശരിയല്ല, മോനൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റിക്കിടത്തണം. പക്ഷെ അതവർ കേട്ടില്ല, മൈൻഡ് ചെയ്തില്ല. 12 വയസ്സ് കഴിഞ്ഞ കുട്ടിയാണെങ്കിലും അവൻ ഞങ്ങളുടെ കുഞ്ഞുവാവ തന്നെയാണ്. അങ്ങനെ ഒരു ദിവസം അവരുടെ മോള് ഒരു സ്പോർട്സ് ഇഞ്ചുറിയൊക്കെ ഉണ്ടായിട്ട് കുറേ ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് വീട്ടിലേക്ക് വന്നു. 15 ദിവസത്തെ ട്രീറ്റ്മെൻറ്റും റെസ്റ്റും ഒക്കെ കഴിഞ്ഞ് തിരികെ ഹോസ്റ്റലിലേക്ക് പോയി. തിരികെ ഹോസ്റ്റലിൽ ചെന്ന ഈ പെൺകുട്ടിക്ക് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. എപ്പോഴും വിഷാദവും, ഉറക്കമില്ല, കൂട്ടുകാരുമായി പഴയതുപോലെ സംസാരിക്കുന്നില്ല, എപ്പോഴും ഒരു ഏകാന്തത, ഒറ്റപ്പെടൽ, അങ്ങനെ ഇരിക്കുന്നു. ടേം എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ മാർക്ക് തീരെ കുറവാണ്. 2-3 സബ്ജക്റ്റുകളിൽ ഫെയിലുമായിരിക്കുന്നു. അങ്ങനെ അവളെ കുറേ ദിവസമായി ശ്രദ്ധിച്ച ക്ലാസ് ടീച്ചർ അവളെ പേഴ്സണലായി വിളിച്ച് സംസാരിച്ചു. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ടീച്ചറെ കെട്ടിപ്പിടിച്ചു. ഈ കുട്ടി വളരെയധികം ഡൗൺ ആണെന്ന് മനസ്സിലാക്കി ടീച്ചർ അവളെ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കി. അപ്പോഴാണ് ഞെട്ടിക്കുന്ന കുറേ വിവരങ്ങൾ അറിഞ്ഞത്. ഈ പെൺകുട്ടി വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കുന്ന ദിവസങ്ങളിൽ അവളുടെ 12 വയസ്സുള്ള അനിയൻ അവളോട് അപമര്യാദയായിട്ട് പെരുമാറി. അതെന്തൊക്കെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് അവൾ അമ്മയോട് പറഞ്ഞില്ല, ഇതിൻ്റെ കാരണവും പറഞ്ഞു. അനിയനോട് അവൾക്ക് ഭ്രാന്തമായ സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യം പേരൻസിനോട് പറഞ്ഞാൽ അമ്മ വിശ്വസിക്കില്ല. ഇനി അമ്മ വിശ്വസിച്ചാൽ അമ്മയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കര സെൻസിറ്റീവായ ഒരാളാണ് അമ്മ. അതുകൊണ്ട് രഹസ്യമായി വെച്ചു എന്ന് പറഞ്ഞു. എന്നാൽ ടീച്ചർ അതിൻ്റെ ചുരുടുകൾ ഓരോന്നായിട്ട് അഴിക്കാനായിട്ട് ശ്രമിച്ചു. അനിയനെയും ഒരു കൗൺസിലിങ്ങിന് തയ്യാറാക്കി. അപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം അറിയുന്നത്. അപ്പൻ്റെയും അമ്മയുടെയും ബെഡ്റൂമിൽ ഇവൻ കിടക്കുന്നുണ്ട്. അവരുടെ ഇൻറ്റിമേറ്റ് സീനുകൾ പലപ്പോഴും രാത്രിയിൽ അവൻ ഇങ്ങനെ ഇരുന്ന് കാണും. മകൻ ഉറങ്ങിയതിന് ശേഷമായിരിക്കും അപ്പനും അമ്മയും അവരവരുടെ സ്വകാര്യതകൾ ചെയ്യുക. അവൻ ഉറക്കം നടിച്ചിരുന്ന് ഇതെല്ലാം കാണുമായിരുന്നു. രാത്രികാലങ്ങളിൽ മാതാപിതാക്കൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയ ഈ കൊച്ചു പയ്യൻ ചേച്ചി വരുന്ന സമയത്ത് ഒന്ന് പരീക്ഷിക്കാനായിട്ട് തയ്യാറായി. ആ പരീക്ഷണമാണ് ഇങ്ങനെ കലാശിച്ചത്. ഇത്രയുമാണ് അവൻ എന്നോട് പറഞ്ഞത്. പല മാതാപിതാക്കൾക്കും പേരൻറ്റിങ് എന്നത് എന്താണെന്നറിയില്ല. വിവാഹം കഴിക്കുന്നു, കുഞ്ഞുങ്ങളാകുന്നു, പിന്നെ കുറേ സ്വപ്നങ്ങൾ, മക്കളെ പഠിപ്പിക്കണം, അവരെ വിടും, ഇത്രയൊക്കെ അറിയുള്ളൂ. വീട്ടിൽ നിന്ന് മാതാപിതാക്കളോടൊപ്പം നിന്ന് പഠിക്കേണ്ട കുട്ടി ഒരു പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹോസ്റ്റലിൽ അടയ്ക്കുമ്പോൾ അനുജൻ പോലും അവൾക്ക് അതിഥിയായി വന്നു പോകുന്ന എതിർ ലിംഗത്തിൽപ്പെട്ട ഒരു പെണ്ണ് മാത്രമായി മാറുന്നു. ഒരു പെൺകുട്ടിയോട്, ആണിനോട്, അച്ഛനോട്, അമ്മയോട്, നാട്ടുകാരോട്, അയൽവക്കംകാരോട്, സുഹൃത്തുക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കേണ്ടത് ആരാണ്? സ്കൂളാണോ? ഹോസ്റ്റലാണോ? കുട്ടികൾ പഠിക്കേണ്ടത് വിദ്യാലയങ്ങളിൽ നിന്ന് മാത്രമല്ല, മാതാപിതാക്കളിൽ നിന്നും, സഹോദരന്മാർ തമ്മിലും, കൂട്ടുകാരിൽ നിന്നും എന്നിങ്ങനെ സമൂഹവുമായി ബന്ധപ്പെട്ട ഇക്കാലത്തെ എല്ലാ മേഖലകളിലൂടെയും ഒക്കെ നോക്കിക്കാണുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണം. മാതാപിതാക്കളാവാനായിട്ട് നിങ്ങളും പഠിക്കണം. മക്കളെ വളർത്തുന്ന സമയത്ത് പലപ്പോഴും അറിയാതെ പോകുന്ന കാര്യങ്ങൾ ഞാനൊരു 4-5 കാര്യങ്ങൾ പറയാം. മക്കൾ തമ്മിൽ തുറന്നുള്ള സംഭാഷണങ്ങൾ നിർബന്ധമായിട്ടുണ്ടാകണം. അതിനെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കണം. കാര്യം അവർ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവരിന്ന് കാണുന്ന കാഴ്ചകളും കേൾക്കുന്നതും അനുഭവിക്കുന്നതും അവരുടെ ചിന്തകളിൽ, അവരുടെ ബ്രെയിനിലെ ന്യൂറോട്രോഫിക് സിസ്റ്റങ്ങൾ അനുസരിച്ചിട്ട് അവർ പുതിയൊരു തോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് മനസ്സിലാക്കാൻ മാതാപിതാക്കൾക്ക് പറ്റുന്നില്ലെങ്കിൽ കുട്ടികളെ വളർത്താൻ നിങ്ങൾക്ക് പറ്റണില്ല എന്നുള്ളതാണ്. 2ാമത്തെ കാര്യം, പരിധികൾ നിലനിർത്തുക. നിബന്ധനകളിലൂടെ എന്ത് ചെയ്യണം, എന്താരോട് പറയണം, ഇതൊക്കെ ഒരു വീട്ടിനകത്തു നിന്നുള്ളൊരു സമൂഹമായി ജീവിക്കുമ്പോൾ കുറേ ഡിസിപ്ലിനുകളുണ്ട്. നമ്മൾ റോഡിലൂടെ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എതിരെ വളരെ മോശമായിട്ട് ഓവർടേക്ക് ചെയ്ത് ഓണടിച്ച് പോകുന്ന ആൾക്കാരെ കാണാം. ആ കുട്ടിയും തൻ്റെ മാതാപിതാക്കളുടെയോ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ അവൻ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ച ആ തോന്നിവാസങ്ങളൊക്കെ തന്നെയാണ് റോട്ടിലും കാണിക്കുക. അതുപോലെ തന്നെയാണ് അവൻ്റെ ജീവിതത്തിലും അവൻ കാണിക്കുക.
മൂന്നാമത്തെ കാര്യം, അവൻ്റെ ഒരു ഡിജിറ്റൽ ലോകമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ സാധാരണ ഇങ്ങനെ പാരലായിട്ട് കാണുന്ന ഒരു ലോകമല്ലാതെ ഒരു ഡിജിറ്റൽ ലോകമുണ്ട്. ആ ലോകത്തിലേക്കും മാതാപിതാക്കൾ ഒന്നെത്തി നോക്കണം. ആ ലോകത്ത് അവൻ എന്തൊക്കെയാണ് കാണുന്നത്, നമ്മളറിയത്തില്ലാത്ത എന്തൊക്കെയാണ് അവൻ സെർച്ച് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവൻ പഠിക്കാൻ ക്യൂരിയോസിറ്റിയോട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നാലാമത്തെ ഒരു കാര്യം, മാനസിക വികാസത്തിന് പിന്തുണ കൊടുക്കുക. അവൻ്റെ ചിന്തകൾ, അവൻ്റെ പ്രവൃത്തികൾ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളൊന്നും ചെയ്യുന്നത് പോലെ അല്ലല്ലോ എന്നൊരു തിരിച്ചറിവുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിനെക്കുറിച്ച് മനസ്സിലാക്കണം, അല്ലെങ്കിൽ എക്സ്പേർട്സിനെ കാണണം. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കണം. അങ്ങനെ കെട്ടി വലിഞ്ഞു മുറുക്കിയൊന്നും വയ്ക്കാൻ പറ്റില്ല. പക്ഷേ അതിന് ചില മാർഗ്ഗനിർദ്ദേശങ്ങളിലൂടെ വേണം സ്വാതന്ത്ര്യങ്ങളൊക്കെ കൊടുക്കാൻ. പിന്നെ മാതാപിതാക്കൾ ധരിച്ചു വെക്കുന്നൊരു കാര്യമുണ്ട്, ഈ സ്കൂളിൽ പഠിക്കുക, കുറേ വിദ്യാഭ്യാസവും കുറേ ഡിഗ്രികളും വാങ്ങുക എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്നൊക്കെയാണ്. സമൂഹത്തിൽ ജീവിക്കാനും പെരുമാറാനും ആളുകളോട് ഇടപഴകാനും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഡീൽ ചെയ്യാനുമൊക്കെ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസങ്ങൾ കൊണ്ടും ഡിഗ്രികൾ കൊണ്ടുമൊക്കെ എന്ത് നേട്ടമാണുള്ളത്? ആ കുട്ടിയുടെ ഉള്ളിൽ ഇത്തരമൊരു തോട്ട് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുത്തത് മാതാപിതാക്കളാണ്. അത്ര പോലും വിവരവും വിദ്യാഭ്യാസവും പക്വതയും ഇല്ലാത്ത പേരൻസിനോടൊപ്പം വളരുന്ന കുട്ടി തൻ്റെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ആ ഇമേജുകൾ, തൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നൊരു വാല്യൂ എന്തായിരിക്കും? വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. തിങ്ക് പോസിറ്റീവ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.